ഹലോ ഫ്രണ്ട്സ്, ജികെ വേൾഡ് ആൻഡ് PSC യിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി വഴി നിങ്ങൾക്ക് ജികെ വേൾഡ് ആൻഡ് PSC വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുവാനുള്ള ക്ലാസുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. SSC, RPF, കേരള PSC തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഉപകാരപ്രദമാവുന്നതാണ്. തികച്ചും സൗജന്യമായി 40-ലേറെ കോഴ്സുകൾ, 300-ൽ അധികം ലെസൺസ് ലഭ്യമാകുന്നതാണ്. ഇത് ലഭിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ Gmail ID അല്ലെങ്കിൽ Facebook ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ അഷ്ന ഷാജി ASHNASHAJI ഈ ഒരു നെയിം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ലഭ്യമാകുന്നതാണ്. ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്ലാസുകൾ തികച്ചും സൗജന്യമായി ലഭ്യമാകുന്നതാണ്. 300-ൽ അധികം ലെസൺസ് എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന ക്ലാസുകളാണ് ലഭിക്കുന്നത്. നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് അൺഅക്കാഡമിയിലും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കെമിസ്ട്രിയുടെ സെക്ഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട്, അല്ലേ? അപ്പോൾ ആ ഒരു സെക്ഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയിലെ കെമിസ്ട്രി വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എനിവേ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ്, ചോദ്യം ഇതാണ്: ദ മെറ്റൽ വിച്ച് റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ ഇൻ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന മെറ്റൽ ഏതാണ്? സോഡിയമാണ് ദ മെറ്റൽ ദാറ്റ് റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ ഇൻ ഹ്യൂമൻ ബീങ്സ്. ദ കോമ്പൗണ്ട് ഓഫ് സോഡിയം യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ. അപ്പോൾ സോഡിയത്തിൻ്റെ ഏത് കോമ്പൗണ്ട് ആണ് ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഏതാണ്? സോഡിയം നൈട്രേറ്റ് ആണ്. സോഡിയം നൈട്രേറ്റ് ആണ് ദ കോമ്പൗണ്ട് ഓഫ് സോഡിയം വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഫെർട്ടിലൈസർ. ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഡിയത്തിൻ്റെ കോമ്പൗണ്ട് ആണ് സോഡിയം നൈട്രേറ്റ്. മെറ്റൽ റിലേറ്റഡ് ടു ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസുമായി ബന്ധപ്പെട്ട മെറ്റലാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. The gas released while heating limestone. കാർബൺ ഡയോക്സൈഡ് ആണ് ലൈംസ്റ്റോൺ ഹീറ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒരു മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്ന മെറ്റലാണ് സോഡിയം. ദ കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ സോഡിയം, ഫെർട്ടിലൈസർ ആയിട്ട് സോഡിയത്തിൽ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടാണ് സോഡിയം നൈട്രേറ്റ്. ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റലാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഒരു ലൈംസ്റ്റോൺ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ് ലൈംസ്റ്റോൺ ഹീറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ഗ്യാസ്. അടുത്തത് മഗ്നീഷ്യം കോമ്പൗണ്ട് യൂസ്ഡ് ഫോർ ഡെന്റൽ ഫില്ലിംഗ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് മഗ്നീഷ്യം കോമ്പൗണ്ട് ആണ് ഡെന്റൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഡെന്റൽ മൗത്തിൽ യൂസ് ചെയ്യുന്നത്? സൊറൈൽ സിമെൻ്റ് ആണ്. അപ്പോൾ ഒരു മെർക്കുറിയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? മെർക്കുറി എപ്പോഴും ലിക്വിഡിലായിരിക്കും, റൂം ടെമ്പറേച്ചറിലിരിക്കുക. 390 ഡിഗ്രി സെൽഷ്യസ് ആണ്, -390 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് മെർക്കുറി വരുന്നത്. ഓക്കെ, പഞ്ചലോഹങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മെറ്റലാണ് കോപ്പർ. കോപ്പറാണ് മെറ്റൽ പ്രസൻറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഇൻ പഞ്ചലോഹം. പഞ്ചലോഹങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും ലാർജ് ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? കോപ്പറാണ്. യൂണിറ്റ് ഓഫ് മെഷറിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് മെർക്കുറി. മെർക്കുറിയുടെ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫ്ലാസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ചോ. ഡെന്റൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മഗ്നീഷ്യത്തിൻ്റെ കോമ്പൗണ്ട് ഏതാണ്? സോറൽ സിമെൻ്റ് ആണ്. മെർക്കുറിയുടെ മെൽറ്റിംഗ് പോയിന്റ് -390 ഡിഗ്രി സെൽഷ്യസ് ആണ്. പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? കോപ്പറാണ്. ക്വാണ്ടിറ്റി ഓഫ് മെർക്കുറി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫ്ലാസ്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് അലൂമിനിയം. അലുമിനിയത്തിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് ഹെറോൾഡ് പ്രോസസ്സ് എന്ന് അറിയപ്പെടുന്നത്. ആസ്ബെറ്റോസ് അറിയപ്പെടുന്നത് റോക്ക് കോട്ടൺ എന്നാണ് ആസ്ബെറ്റോസ് അറിയപ്പെടുന്നത്. ദ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് യൂസ്ഡ് ടു മേക്ക് സേഫ്റ്റി വയർ. അപ്പോൾ സേഫ്റ്റി വയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ദ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് യൂസ് ടു മേക്ക് സേഫ്റ്റി വയറിനെ സോൾഡർ എന്നാണ് അറിയപ്പെടുന്നത്. സോൾഡറാണ്.
ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയി ആണ്. ഈ സേഫ്റ്റി വയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോൾഡർ എന്ന് പറയുന്നതിനെയാണ്. എന്താണ്? സോൾഡർ ആണ് the alloy of tin and lead. The metal which shows highest electrical conductivity. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റൽ ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. സിൽവർ ആണ് ഏറ്റവും കൂടുതലായിട്ട് the metal which shows highest electrical conductivity. ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റലാണ് സിൽവർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. പഠിച്ചത് മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് അലുമിനിയം. അലുമിനിയത്തിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് ഹെറോൾഡ് പ്രോസസ്. ആസ്ബെസ്റ്റസ് അറിയപ്പെടുന്നത് റോക്ക് കോട്ടൺ എന്നാണ്. അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് യൂസ്ഡ് ടു മേക്ക് സേഫ്റ്റി വയർ ഏതാണ്? സോൾഡർ ആണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളത് സിൽവറിനാണ്. ഓക്കെ, അടുത്ത ചോദ്യം വണ്ടർ മെറ്റ എന്നറിയപ്പെടുന്ന മെറ്റൽ ഏതാണ്? ടൈറ്റാനിയമാണ് വണ്ടർ മെറ്റൽ എന്ന് അറിയപ്പെടുന്നത്. ഒരു എലമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റസ്റ്റ് റെസിസ്റ്റന്റ് അലോയ്സ്. അപ്പോൾ റസ്റ്റ് റെസിസ്റ്റന്റ് അലോയ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന എലമെന്റ് ഏതാണ്? കോബാൾട്ട് ആണ്. A naturally occurring mineral from which metal can be extracted is known as ore. Ore എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ ആയിട്ട് മിനറൽ ഒരു മെറ്റൽ, അതിൽ നിന്ന് നമുക്ക് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അതിനെയാണ് നമ്മൾ ഓർ എന്ന് പറയുന്നത്. ഓർ എന്ന് പറയുന്നത് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു മിനറലാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മെറ്റൽ കിട്ടും. മാനുഫാക്ചറിങ് ഓഫ് സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ കോൺടാക്ട് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. എന്താണ് മാനുഫാക്ചറിങ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്? കോൺടാക്ട് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് which of the following alloy is used for the production of parts of aircraft? ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കുന്ന സെക്ഷനാണ്. ഏത് അലോയിയാണ് എയർക്രാഫ്റ്റ് പാർട്സ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നത്? ഏതാണ്? ഡ്യൂറാലുമിൻ. ഓക്കെ, ഡ്യൂറാലുമിൻ ആണ് നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് പാർട്സ്, എയർക്രാഫ്റ്റിൻ്റെ പ്രൊഡക്ഷൻ പാർട്സ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്യൂറാലുമിൻ ആണ്. ഇനി എർത്തിൽ, ഭൂമിയിൽ സെക്കൻഡ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഏതാണ്? കൊറോണ്ടമാണ് സെക്കൻഡ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ എർത്ത്. ഭൂമിയിലെ രണ്ടാമത്തെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊറോണ്ടമാണ്. ഇനി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടങ്സ്റ്റൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 3402 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, സോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടങ്സ്റ്റൺ ആണ് ഇപ്പോൾ പറഞ്ഞത്. ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ സൾഫർ മോളിക്യൂൾസ്. ഒരു സൾഫർ മോളിക്യൂൾസിൽ കാണപ്പെടുന്ന ആറ്റത്തിൻ്റെ നമ്പർ എത്രയാണ്? 8 ഒരു സൾഫർ മോളിക്യൂൾസിൽ കാണപ്പെടുന്ന ആറ്റത്തിൻ്റെ നമ്പർ. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ആവർത്തിക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് അലോയ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് പാർട്സ് ഓഫ് എയർക്രാഫ്റ്റ്? എയർക്രാഫ്റ്റിൻ്റെ പ്രൊഡക്ഷൻ പാർട്ടായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അലോയ് ഏതാണ്? ഡ്യൂറാലുമിൻ ആണ്. അപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഭൂമിയിൽ കൊറോണ്ടമാണ് വരുന്നത്. ടങ്സ്റ്റൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 3420 to 20 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു സൾഫർ മോളിക്യൂൾസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് നോൺ മെറ്റൽ ഈസ് നോൺ ആസ് ബ്രൈൻസ്റ്റോൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. PSC നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് ബ്രൈൻസ്റ്റോൺ. ഏത് നോൺ മെറ്റലാണ് ബ്രൈൻസ്റ്റോൺ എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്? സൾഫറാണ് നമ്മൾ ബ്രൈൻസ്റ്റോൺ എന്ന് അറിയപ്പെടുന്നത്. ദ എലമെൻറ്റ് വിച്ച് ഹാസ് ദ സ്മെൽ ഓഫ് ഗാർലിക്. വെളുത്തുള്ളിയുടെ മണമുള്ള എലമെൻറ്റ് ഏതാണ്? ഫോസ്ഫറസ് ആണ് വെളുത്തുള്ളിയുടെ മണമുള്ള എലമെൻറ്റ്. ദ എലമെൻറ്റ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ആസിഡ്സ്. ഹൈഡ്രജൻ ആണ് എല്ലാ ആസിഡിലും കാണപ്പെടുന്ന എലമെൻറ്റ്. ദ എലമെൻറ്റ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ആസിഡ് ഏതാണ്? ഹൈഡ്രജൻ ആണ് എല്ലാ ആസിഡിലും കാണപ്പെടുന്ന എലമെൻറ്റ്. ദ ഗ്യാസ് വിച്ച് ഈസ് കളർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് ഓഡർലെസ്. ഏത് ഗ്യാസാണ്? കളറില്ല, ടേസ്റ്റ് ഇല്ല, അവർക്ക് മണമില്ല. ഏതാണ്? ഓക്സിജനാണ്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിച്ച് മെറ്റൽ ഈസ് നോൺ ആസ് ബ്രൈൻസ്റ്റോൺ എന്നറിയപ്പെടുന്നത് സൾഫർ ആണ്. ഗാർലിക്കിൻ്റെ മണമുള്ള
എലമെൻറ്റ് ഫോസ്ഫറസ് ആണ്. എല്ലാ ആസിഡിലും കാണപ്പെടുന്ന എലമെൻറ്റ് ഹൈഡ്രജൻ ആണ്. കളർ ഇല്ലാത്തതും ടേസ്റ്റ് ഇല്ലാത്തതും ഓർഡർലെസ്സുമായിട്ടുള്ള ഗ്യാസാണ് ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബേസിക്സ് ഓഫ് കെമിസ്ട്രിയിൽ പരീക്ഷകളിൽ ചോദിക്കുന്ന വെറും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്പെഷ്യൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വെറും 1 രൂപയാണ് കോസ്റ്റ് ഫീ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് മുടക്കി ലൈവ് ക്ലാസ്സിൽ ചേരാവുന്നതാണ്. എല്ലാം ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ അംഗമാവുക. താങ്ക് യു.